നോർത്ത് ഗോവയിൽ വന്നിട്ട് ഇന്ന് പോണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റ് അഗസ്റ്റിൻ ചർച്ചിലേക്കാണ്. അതും അതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. നമ്മുടെ കുത്തബ് മിനാർ പോലെയാണ് ഇപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ കാണുന്നത്. കാരണം ഒരു വലിയൊരു ഗോപുരം, ബാക്കിയൊക്കെ പൊളിഞ്ഞു പോയിരിക്കുകയാണ്. എത്രയോ വർഷം പഴക്കമുള്ള ഒരു ചർച്ചാണിത്. പക്ഷേ ഇപ്പോൾ ഇത് പൊളിഞ്ഞ് ഇങ്ങനെയായത്. ഇതിപ്പോൾ നമ്മൾ ഇന്ത്യൻ ആർക്കിയോളജി വകുപ്പിൻ്റെ കീഴിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതൊന്ന് സന്ദർശിക്കാമെന്ന് വിചാരിച്ച്. കാരണം ഇത്രയും പഴക്കമുള്ള വസ്തുക്കളൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കതൊരു പുതുമ പോലെ തോന്നും. അങ്ങനെ ഇതിൻ്റെ അടുത്തേക്ക് ഉള്ള നടപ്പായിരുന്നു പിന്നെ അങ്ങോട്ട്. പക്ഷേ ഇവിടെയൊക്കെ പോകുമ്പോൾ നല്ല വെയിലായിരുന്നു. ഇപ്പം നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ശില്പികൾ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. കാരണം നല്ല രീതിയിൽ പുല്ലുകളും പിന്നെ നടപ്പാതൊക്കെ സെറ്റാക്കി നല്ല ഭംഗിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല വെയിലുള്ള സമയത്തായിരുന്നു പോയിരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചൂടുണ്ടായി. അപ്പോൾ ഇവിടെ എത്താപ്പോഴാണ് ഈ അവശിഷ്ടങ്ങളൊക്കെ കാണുന്നത്. ഈ കല്ലുകൾക്കൊക്കെ വർഷങ്ങളോളം പഴക്കമുണ്ട്. അത് നമ്മൾ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ചർച്ചാണിത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം വർഷങ്ങൾക്ക് പഴക്കമുള്ള ചർച്ചകളാണ് ഈ കാണുന്നത്. പിന്നെ ഇതൊക്കെ കണ്ട് ഇതിൻ്റെ അവശിഷ്ടങ്ങൾ നോക്കുമ്പോൾ തന്നെ കല്ലിന് നല്ല പ്രത്യേകതയുണ്ട്. നമ്മളിവിടെ കിട്ടാത്ത പോലത്തെ ഒരു കല്ലാണിത്. അങ്ങനത്തെ പിന്നെ ഇത് നല്ലോണം കൊത്തുപണി കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഗോപുരം കണ്ട, ഇതാണ് നമ്മളെ ഇന്ത്യയിലെ കുത്തബ് മിനാർ പോലെയാണ് ഇതിൻ്റെ ഇപ്പോൾ ബാക്കി അവശിഷ്ടങ്ങൾ നിൽക്കുന്നത്. ഇത് അതിപുരാണമായൊരു ചർച്ചയായിരുന്നു. ഇവിടെ ആരാധനാലയങ്ങളും എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടായി. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഇപ്പോൾ ഇതിൻ്റെ ശരിക്ക് ഒരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചേക്കണത്. അത് നമുക്ക് ശരിക്കും കാണാം. ഈ യേശുവിൻ്റെയും എല്ലാവിധ കാര്യങ്ങളും, പിന്നെ പണ്ടത്തെ കുറേ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ഡ്രസ്സുകൾ, അവരെ വാള്, പിന്നെ ആ സിംഹാസനം, ഇതൊക്കെ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പള്ളിയുടെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. പള്ളിയുടെ ഉള്ളിൽ കയറുമ്പോഴതേ നമുക്ക് കാണാം ഇത് എത്രയോ പഴക്കമുള്ള പള്ളിയാണെന്ന്. പിന്നെ ഇതിപ്പോൾ ഇന്ത്യൻ ആർക്കിയോളജി വകുപ്പിൻ്റെ കീഴിലായതുകൊണ്ട് തന്നെ സംരക്ഷിത മേഖലയാണ്. നമുക്കിവിടെ അതിക്രമിച്ച് കയറാനോ സാധനങ്ങൾ നശിപ്പിക്കാനോ ഒന്നും പാടില്ല. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് വലിയൊരു കൊട്ടാരമായിരുന്നു പണ്ട്. അത്രയും ഒരു 4000-5000 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ഹാള് തന്നെ ഇരിക്കുന്നത്. അത്രയും പുരാതനമായ ഒരു വസ്തുവാണിത്. അതിന് ഇങ്ങനെ കാലപ്പഴക്കം വന്നതോടുകൂടി പൊളിഞ്ഞിങ്ങനെയായി. ഇത് ഒരു അവശിഷ്ടങ്ങളാണ്. കാരണം ഇത്രയും വലിയ ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ആശ്ചര്യമാണ്. അങ്ങനെ എൻ്റെ ഉള്ളിൽ കയറി നടന്ന് ഓരോന്നോരോന്നായി കാണുകയാണ്. ഇത് ശരിക്കൊരു വീട് പോലെ തന്നെയാണ്. ഓരോരോ റൂമുകൾ പോലെ ആരാധനാലയങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ അവശിഷ്ടം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ 2 ഗൈഡുകളുണ്ടായി നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ. നമ്മളെ പുരാതനമായ ഹിസ്റ്ററികളും കാര്യങ്ങളും ചരിത്രങ്ങളൊക്കെ അവർ നമുക്ക് പറഞ്ഞു തരും. നമുക്ക് എന്നിട്ട് ഇത് നടന്നുകൊണ്ട് കാണുകയും ചെയ്യാം. ഈ കല്ലുകളൊക്കെ പണിത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെയാണ്. 10,600 കൊല്ലം പഴക്കമുള്ള സാധനങ്ങളാണ് ഇത്. പിന്നെ ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത്തിരി മോശമാണ്. എന്നാലും നമുക്കിത് കാണുമ്പോൾ ഭയങ്കര ആശ്ചര്യമാണ്. ഇത്രയും വലിയ കെട്ടിടമൊക്കെ അന്ന് പണിയണമെന്നുണ്ടെങ്കിൽ എന്തോരം ടെക്നോളജി കാര്യങ്ങളൊക്കെ അന്ന് അവർ ഉപയോഗിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി ഉള്ളിൽ ഓരോന്നോരോന്നായിട്ട് നമ്മളെ യേശുവിൻ്റെ പള്ളിയുടെ ഉള്ളിലുള്ള പോലെ തന്നെയുള്ള സംഭവങ്ങളാണ് കൂടുതലും. അങ്ങനെ ഓരോരോ വഴികളാണത്. ചെറിയ ഇടുങ്ങിയ വഴികൾ പോലെ തന്നെയാണ്. അതിൻ്റെ ഇപ്പുറം തന്നെ ഒരു മണ്ഡപം പോലെ വലിയ ഹോള്, അങ്ങനെയാണ് ഇതിൻ്റെ വാസ്തു. പിന്നെ ഓരോരോ അറകൾ പോലെയായിരുന്നു. അതും നമുക്ക് വേറെ സ്ഥലത്തുനിന്ന് കയറാനുള്ള പരിപാടിയൊക്കെ ആയിരുന്നു ഇത്. അങ്ങനെ ഇത് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ആശ്ചര്യം തോന്നുന്ന സ്ഥലങ്ങളാണ് കൂടുതലും. ഇതിൻ്റെ ഉള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നല്ലോണം സ്ക്വയർ ഫീറ്റ് വിസ്തീർണ്ണമുണ്ട്. നമുക്ക് നടന്ന് കഴിയൂല, അത്രയ്ക്കുണ്ട്. പിന്നെ നമ്മളെ നാട്ടുകാർ തന്നെ ഇത് വന്നു നശിപ്പിച്ച് തന്നെയാണ് കൂടുതലും ഇപ്പോൾ ഇത് അടച്ചു കെട്ടിയേക്കണത്. കാരണം അവർ കയറാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തന്നെ അതുമ്പോൾ തന്നെ കയറും. അങ്ങനെയാണ് ഇതിൻ്റെ ഓരോരോ കല്ലുകളൊക്കെ അടർന്ന് വീണ് നശിച്ചു പോയത്. അതുകൊണ്ട് തന്നെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോൾ അതിക്രമിച്ച് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1,00,000 രൂപയാണ് പിഴ ചുമത്തുന്നത്. കാരണം അത് ഇന്ത്യൻ ആർക്കിയോളജി വകുപ്പിൻ്റെ കീഴിലായതുകൊണ്ട് തന്നെ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഞങ്ങളവിടെ പയ്യെ നടന്ന് കയറിയുള്ളൂ. പിന്നെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നമുക്ക് പറ്റും. നല്ല രീതിയിൽ നല്ല ഫോട്ടോ ഒക്കെ കിട്ടി. പിന്നെ ഇത് പുരാതന വസ്തു ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ക്യൂരിയോസിറ്റിയാണ് എന്താണ് ഉള്ളതെന്ന് അറിയാൻ.